ഹേ ഗായ്സ്, ഇന്നൊരു റാൻഡം ഡേ ആണ് കേട്ടോ. ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കോണ്ടിനെൻ്റൽ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇന്നത്തെ വർക്ക് വന്നിട്ട്. അതുകൊണ്ട് നമ്മളൊരു 7:30-8 മണിയോട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇൻ്റർവ്യൂ വർക്ക് ആണെങ്കിൽ പറയേ വേണ്ട, രാവിലെ തന്നെ ആളുകളൊക്കെ അങ്ങ് എത്തും. പിന്നെ നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്യലായി, ഇൻ്റർവ്യൂ കോർഡിനേഷനായി, അങ്ങനെ കുറേ നേരം അങ്ങനെ പോയി. ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടിയപ്പോഴാണ് മിററിൽ വന്നുള്ള ഈ ഒരു പരിപാടി. ഇന്നത്തെ ഔട്ട്ഫിറ്റ്സൊക്കെ കൂടെയാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഹാഫ് ഡേ ആയിരുന്നു. നേരെ നമ്മൾ ഗുരുവായൂർക്കാണ് ഇന്ന് പോകുന്നത്. ഒരു 4:30 ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, തിരുവാതിരയാണുള്ളത്. അപ്പം അവിടെ ഇപ്പം എനിക്ക് എന്താണെന്നറിയില്ല, എല്ലാ മാസവും അല്ലെങ്കിൽ മാസത്തിൽ 2 വട്ടം മുടങ്ങാതെ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ എത്തിയാൽ നമുക്ക് ഈ ഒരു ഏരിയ മിസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വന്നു നേരെ ഒന്ന് കുളിച്ച് ഫ്രഷായി നമ്മളിനിയിപ്പം മേക്കപ്പ് ഇടാനും ഒക്കെ ആയിട്ട് പോകണം. അപ്പോഴത്തേനും എൻ്റെ പിള്ളേർ സെറ്റ് വന്ന്. ഇവരാണ് എൻ്റെ ബെസ്റ്റ് കമ്പനീസ്. അവരൊക്കെ വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ചെറിയ രീതിയിലുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമുക്കിനി നേരെ ഡ്രസ്സിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് പോവാം. സമയം 9:50 നമ്മുടെ പ്രോഗ്രാം. ഇപ്പോൾ ഞാൻ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വരണം. നമ്മുടെ ഒരു ഫുൾ ടീമുണ്ട്. സോ അവരെല്ലാം ഓരോരോ റൂമിലായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ദക്ഷിണ കൊടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഒരു സൈഡിൽ നടക്കുന്നു. കുറച്ച് പേര് പിന്നെയും ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 9:50 നമ്മുടെ പ്രോഗ്രാം. അപ്പം തന്നെ നമ്മളെല്ലാം റെഡിയായി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയമായിരുന്നിട്ടും അവിടെ എന്ത് ക്രൗഡ് ഉണ്ടായിരുന്നെന്നറിയോ. അത്യാവശ്യം കാണാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഇതെൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സാണ്. ഇതവരുടെ കുഞ്ഞിലെ ഫോട്ടോ ആണ് കേട്ടോ. ഇവർ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചൊരു സ്റ്റേജ് പങ്കിടുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ വന്നപ്പോഴേ നമുക്ക് പ്രോഗ്രാമിൻ്റെ സ്ലോട്ട് കിട്ടി, നമ്മൾ കയറി കളിച്ചു. പ്രോഗ്രാമിൻ്റെ കുറച്ച് പോർഷൻ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. ശരിക്കും ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിള്ളേരുമൊക്കെ ആയിട്ട് സംസാരിച്ച് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ കാഴ്ച കാണാൻ ഡ്രസ്സായിരുന്നു കേട്ടോ. 11:30 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഒന്നുകൂടെ അവിടെ കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി ഇങ്ങ് പോന്നു. ഏകദേശം 3 കഴിഞ്ഞു എത്താൻ. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. ഇന്ന് ദിവസം എന്താണോ ബുധനാഴ്ചയാണ്. ദിവസമൊന്നും ഓർമ്മയില്ല സത്യത്തിൽ. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇന്ന് ഇവിടെ കസിൻ്റെ വീട്ടിലാണ് സ്റ്റേ. നാളെ പിന്നെയും രാവിലെ വർക്കിന് പോകണം. ദെൻ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നാളത്തെ 5 AM ക്ലബിൻ്റെ വീഡിയോ എടുക്കാൻ. ഇനി 5 AM ആ ഒരു സമയത്തോട്ട് സെറ്റ് ചെയ്യണം. പക്ഷേ ഞാനത് കഴിഞ്ഞ് കുറച്ചുകൂടെ കിടക്കണം എന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഇന്ന് നല്ലൊരു ഹെക്റ്റിക് ഡേ ആയിരുന്നു. എനിവേ നല്ലൊരു ദിവസമായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ നല്ല മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റി, നല്ലപോലെ പ്രോഗ്രാം ചെയ്യാൻ പറ്റി. ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഡേ. താങ്ക് യു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഉറങ്ങട്ടെ. ഇനി ഉറങ്ങിയില്ല വട്ടുപിടിക്കും. ബൈ.